ജെറമിയ 49-ാം അധ്യായം. അമ്മോന്യർക്കെതിരെ. അമ്മോന്യരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേലിന് പുത്രന്മാരില്ലേ? അവന് അവകാശികളില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോം ഗാദിൻ്റെ ദേശം പിടിച്ചടക്കുകയും അവൻ്റെ ആരാധകർ അതിൻ്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത്? അമ്മോന്യരുടെ റാബായ്ക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്ന ദിവസം വരുന്നു. റാബ നാശകൂമ്പാരമാകും, അതിൻ്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും. തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: ഹെഷ്ബോൺ നിവാസികളെ നിലവിളിക്കുവിൻ, ആയി ശൂന്യമായിരിക്കുന്നു. റാബായുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവിൻ, ചാക്കുടുത്ത് വിലപിച്ചുകൊണ്ട് അലയുവിൻ. തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടുമൊപ്പം മിൽക്കോം വിപ്രവാസിയാകും. തൻ്റെ ധനത്തിൽ വിശ്വാസമർപ്പിച്ച് ആര് എനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച അവിശ്വസ്തയായ പുത്രി, നിന്റെ താഴ്വരകളെക്കുറിച്ച് നീ തന്നെത്താൻ പുകഴ്ത്തുന്നതെന്തിന്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: 4 ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും. നിങ്ങൾ ഓരോരുത്തരും സ്വജീവനെ പ്രതി ഓടും. ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരും ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അമ്മോന്യരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഏദോമിനെതിരെ. ഏദോമിനെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ? വിവേകിയുടെ വിവേകം നശിച്ചുപോയോ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? ദദാൻ നിവാസികളെ പിന്തിരിഞ്ഞോടുവിൻ, ഗർത്തങ്ങളിൽ പോയി ഒളിക്കുവിൻ. ശിക്ഷയുടെ നാളിൽ ഏസാവിൻ്റെ മേൽ ഞാൻ ദുരിതം വരുത്തും. മുന്തിരി ശേഖരിക്കുന്നവർ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ? രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതല്ലേ എടുക്കൂ. ഏസാവിനെ ഞാൻ ശൂന്യമാക്കി, അവൻ്റെ ഒളിസങ്കേതങ്ങൾ തുറന്നിട്ടു. അവന് ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല. അവൻ്റെ മക്കളും സഹോദരരും അയൽക്കാരും നശിച്ചു, അവൻ ഇല്ലാതായി. നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക, ഞാൻ അവരെ സംരക്ഷിക്കും. നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു: അർഹിക്കാത്തവനെ പോലും പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ? നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല, നീ അത് കുടിച്ചേ തീരൂ. ഞാൻ ശപഥം ചെയ്യുന്നു: ബൊസ്ര ഭീകരവും അപഹാസ്യവും ശൂന്യവും ശാപഗ്രസ്തവുമാകും. അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും. കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു. ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഏദോമിനെതിരെ ഒരുമിച്ച് കൂടുവിൻ, യുദ്ധസന്നദ്ധരാകുവിൻ. ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും, മനുഷ്യരുടെ ഇടയിൽ നിന്നാപാത്രവും. പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഗങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ അന്യരിലുണർത്തിയ ഭീതിയും നിന്റെ ഗർവ്വം നിന്നെ വഞ്ചിച്ചു. നീ കഴുകനെ പോലെ ഉയരത്തിൽ കൂട് വച്ചാലും നിന്നെ ഞാൻ താഴെ ഇറക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. ഏദോം ബീഭത്സമാകും, കടന്നു പോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിനു നേരിട്ട അത്യാഹിതത്തിൽ വിസ്മയിക്കുകയും ചെയ്യും. സോദോമും ഗൊമോറായും സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോഴെന്ന പോലെ ഏദോമിലും ആരും വസിക്കുകയില്ല, ആരും അതിലെ സഞ്ചരിക്കുകയുമില്ല. ജോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളുടെ നേര് വരുന്ന സിംഹത്തെ പോലെ ഞാൻ അവരെ ഏദോമിൽ നിന്ന് ഓടിച്ചു കളയും. എനിക്കിഷ്ടപ്പെട്ടവനെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും. ആരുണ്ട് എനിക്ക് തുല്യൻ? എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്കു കഴിയും? ഏത് ഇടയൻ എൻ്റെ മുൻപിൽ നിൽക്കും? ഏദോമിനും തേമാനും എതിരായുള്ള കർത്താവിൻ്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുവിൻ. അജഗണത്തിലെ കുഞ്ഞാടുകൾ പോലും വലിച്ചിഴയ്ക്കപ്പെടും. അവയ്ക്കുള്ള ശിക്ഷ കണ്ട് ആലകൾ സംഭീതമാകും. അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും. അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും. ഒരുവൻ കഴുകനെ പോലെ ഉയർന്ന് അതിവേഗം പറക്കും. അത് ബൊസ്രയ്ക്കെതിരെ ചിറകു വിടർത്തും. അന്ന് ഏദോമിലെ വീരന്മാർ ഈറ്റുനോവെടുത്ത സ്ത്രീകളെ പോലെ വേദനിക്കും. ദമാസ്കസിനെതിരെ. ദമാസ്കസിനെ കുറിച്ച്
ഹമാത്തും അർപ്പാദും പരിഭ്രാന്തരാകുന്നു. അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു. അവർ ഭയന്ന് വിറയ്ക്കുന്നു. അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷുബ്ധരായിരിക്കുന്നു. ദമാസ്കസ് ദുർബലയായി. അവൾ ഓടാൻ ശ്രമിച്ചു, എന്നാൽ സംഭ്രമം അവളെ തടഞ്ഞു നിർത്തി. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെ പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി. ആഹ്ലാദത്തിൻ്റെ നഗരം, പ്രശസ്തിയുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും. അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും. ദമാസ്കസിൻ്റെ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും. അത് ബെൻഹദാദിൻ്റെ ദുർഗങ്ങളെ വിഴുങ്ങും. കേദാറിനും ഹാസോറിനുമെതിരെ. കേദാറിനെയും ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ നശിപ്പിച്ച ഹാസോറിൻ്റെ രാജ്യങ്ങളെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് കേദാറിനെതിരെ നീങ്ങുക. പൗരസ്ഥരായ അവരെ നശിപ്പിക്കുക. അവരുടെ കൂടാരങ്ങളും തിരശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക. അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക. അവരോട് വിളിച്ചു പറയുക, എങ്ങും ഭീകരത. ഹാസോർ നിവാസികളെ വിദൂരത്തേക്ക് പലായനം ചെയ്യുവിൻ. ഗർത്തങ്ങളിൽ ഒളിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൺ രാജാവ് നബുക്കദ്നേസർ നിങ്ങൾക്കെതിരെ വരുന്നു. എഴുന്നേൽക്കുക. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ നിർവിശങ്കം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക. അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക. ചെന്നി മുണ്ടനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും. നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹാസോർ കുറുനരികളുടെ സങ്കേതവും ശാശ്വത ശൂന്യതയുമായി തീരും. ആരും അവിടെ വസിക്കുകയില്ല. യാത്രയ്ക്കിടയിൽ തങ്ങുകയുമില്ല. ഏലാമിനെതിരെ. യൂദാ രാജാവായ സെദക്കിയായുടെ ഭരണത്തിൻ്റെ ആരംഭകാലത്ത് ഏലാമിനെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ഏലാമിൻ്റെ വില്ല് ഞാൻ ഒടിക്കും. അതാണ് അവരുടെ ശക്തി. ഞാൻ ഏലാമിൻ്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്ന് കാറ്റുകളെ അയക്കും. അവർ നാലുപാടും ചിതറും. ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ അഭയം തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംഭീതരാകാൻ ഞാൻ അവർക്ക് ഇടവരുത്തും. എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ വാൾ അവരെ പിന്തുടരും. എൻ്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും. അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവസാന നാളുകളിൽ ഏലാമിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം.